ഹലോ, വെൽക്കം ടു പാത്തോഫിസിയോളജി ലാബ് ക്ലാസ്. ഇത് നമ്മുടെ ഫസ്റ്റ് പാത്തോഫിസിയോളജി ലാബ് ക്ലാസ് ആയിരുന്നു. സോ ഇന്ന് നമ്മൾ കുറച്ച് എക്സ്പെരിമെന്റൽ നെസസിറ്റീസ് പ്രാക്ടീസ് ചെയ്തു. ആദ്യം നമുക്ക് ലവശ്യ എക്സ്പെരിമെന്റൽ പ്രൊസീജിയേഴ്സ് പറഞ്ഞു. ഫസ്റ്റ് നമ്മൾ മൗസുമേ അനസ്തേഷ്യ പ്രാക്ടീസ് ചെയ്തു. അതിനുശേഷം നമ്മൾ മൗസിനെ സാക്രിഫൈസ് ചെയ്യാണ് ചെയ്തത്. അടുത്ത എക്സ്പെരിമെന്റ് നമുക്ക് റാബിറ്റിനെ വെച്ചിട്ടായിരുന്നു. നമ്മുടെ ക്ലാസ് റൂമിന്റെ പുറത്ത് ഇങ്ങനെ കേജസ് വെച്ചിട്ടുണ്ടാവും. മൗസ് ആയാലും റാബിറ്റ് ആയാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മൾ പോയി എടുക്കണം. മൗസിന്റെ അത്ര ഈസി അല്ല റാബിറ്റ്. റാബിറ്റ് എടുത്തതിന് ശേഷം നമ്മൾ റാബിറ്റിന്റെ വെയിറ്റ് നോക്കണം. അതിനനുസരിച്ചാണ് നമ്മൾ ഡോസ് കൊടുക്കുക. റാബിറ്റിന്റെ ചെവിയിലെ വെയിനിലാണ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം അവിടുത്തെ ഫർ റിമൂവ് ചെയ്യണം. റാബിറ്റിന്റെ മുകളിൽ ഇഞ്ചക്ഷൻ വെക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ള പരിപാടിയല്ല. റാബിറ്റ് നല്ലപോലെ കാമായതിനു ശേഷം ഇഞ്ചക്ഷൻ വെക്കാൻ കഴിയുള്ളൂ. അനസ്തേഷ്യ വർക്ക് ആവുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ റിഫ്ലെക്സ് ചെക്ക് ചെയ്യും. ഗോസ് വെച്ചിട്ട് അതിന്റെ കണ്ണിൽ ടച്ച് ചെയ്യുമ്പോൾ അത് ബ്ലിങ്ക് ചെയ്യണില്ലെങ്കിലും, ഫോർസെപ്സ് വെച്ചിട്ട് അതിന്റെ ലെഗ് പിടിക്കുമ്പോൾ വിഡ്രോ ചെയ്യണില്ലെങ്കിലുമാണ് നമുക്ക് അനസ്തേഷ്യ വർക്കായി എന്ന് മനസ്സിലാവുക. അതിനുശേഷം നമ്മൾ റാബിറ്റിന്റെ ലെഗ്സ് ഒക്കെ ബൈൻഡ് ചെയ്തു. ഇന്ന് നമ്മൾ ട്രക്കിയൽ ആൻഡ് ആർട്ടറി കൺലേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ആ ഭാഗത്തെ ഫർ റിമൂവ് ചെയ്യണം. അങ്ങനെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തു. ഇതിനുശേഷം നമ്മൾ റാബിറ്റിനെയും സാക്രിഫൈസ് ചെയ്യണം. അങ്ങനെ നമ്മൾ ക്ലാസ് കഴിഞ്ഞു. ക്ലാസ്സിന്റെ ക്ഷീണം മാറ്റാൻ നമ്മൾ ഫ്രണ്ട്സ് ഒക്കെ കൂടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു, ബൈ.